my YouTube channel. It's me Anna here, and ഇന്നത്തെ വീഡിയോ is a simple makeup look. ഓണം സെലിബ്രേഷനൊക്കെ വരല്ലേ, അപ്പോൾ എല്ലാവർക്കും വീട്ടിലൊരുങ്ങാൻ പറ്റിയ രീതിയിൽ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക്. ഞാനെൻ്റെ ഫേസ് ക്ലെൻസ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോണർ യൂസ് ചെയ്യാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ. ഫ്രൂട്ടിനകത്തിൻ്റെ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് സ്കിന്നിൽ എന്തെങ്കിലും ആ ടോണർ അവിടെ ഇരിക്കണം. അതിന് വേണ്ടി നെക്സ്റ്റ് നമ്മൾ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. റെഗുലർലി നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണോ, ചിലപ്പോൾ അത് പോൺസ് ആയിരിക്കാം, ലാക്മി ആയിരിക്കാം, അത് തന്നെ യൂസ് ചെയ്താൽ മതി. ഇതൊരു വാട്ടർ ബേസ്ഡ് ആട്ടോ, അതുകൊണ്ട് ആക്ച്വലി പ്രൈമറിൻ്റെ ആവശ്യമില്ല. എൻ്റെ കേസിൽ പ്രൈമറിൻ്റെ ആവശ്യമില്ല. ഡ്രൈ സ്കിൻ ആണെങ്കിൽ എന്തായാലും പ്രൈമർ ആൻഡ് മോയ്സ്ചറൈസർ ഒക്കെ കമ്പൽസറി. അല്ലെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ പാച്ചസ് വരും, കണ്ടിട്ടില്ല? ഇങ്ങനെ ഒരു പാച്ചസ് പോലത്തെ സംഭവം അത് വരും. അത് വരാതിരിക്കാൻ സ്കിൻ നല്ലോണം പ്രിപ്പയർ ചെയ്യാം. പ്രൈമർ യൂസ് ചെയ്യാം. പ്രൈമർ ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റെവല്യൂഷൻ്റെ പ്രൈമറാണ്. ഞാൻ പ്രൈമർ കുറച്ച് അപ്ലൈ ചെയ്തുള്ളൂ, ബിക്കോസ് എൻ്റെ സ്കിൻ അത്രക്കും ഡ്രൈ അല്ല. ഫേസ് കൺസീൽ ചെയ്യാണ്. എലിഗയുടെ കൺസീലർ ഷെയ്ഡ് ആൽമണ്ട് ആണ്. ആൽമണ്ട് കൺസീലർ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരിക്കലും നമ്മൾ കൈ വെച്ചോ അല്ലെങ്കിൽ പഫ് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഉരക്കരുത്. ലൈക്ക് സ്കിന്നിൽ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. വെച്ച് അപ്ലൈ ചെയ്യരുത്. അതപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കില്ല. ഒരു സൈഡ് ഷെയ്ഡ് ഡിഫറൻസ് വരും. ചിലപ്പോൾ ഒരു സൈഡിൽ കൂടിയിരിക്കും, ഒരു സൈഡിൽ കുറഞ്ഞിരിക്കും. നിങ്ങൾക്ക് ഡാർക്കർ ഷെയ്ഡ്സ് ഒക്കെ എവിടെയാണോ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കൺസീലർ. ഇപ്പം എനിക്ക് ഈ രണ്ട് പ്ലേസ് ഇവിടെ ആൻഡ് ഐബ്രോ എനിക്കിങ്ങനെ എടുത്ത് വെക്കണം. അതുകൊണ്ട് അവിടെ ഐസ് ഇവിടേക്കാണ് എനിക്ക് കൺസീലറിൻ്റെ ആവശ്യം. എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കൺസീൽ ചെയ്ത് കൊടുക്കുക. അപ്പം ഈവൻ ടോൺ ആവും സ്കിൻ. ഐഷാഡോ അപ്ലൈ ചെയ്യാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് നോട്ടി എന്ന് പറഞ്ഞിട്ട് ഹുഡ ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റാണ്. വെറൈറ്റി കുറേ ഷെയ്ഡ്സ് ഉണ്ട്. കുറേ നല്ല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. എനിക്കൊരു ന്യൂഡ് ഷെയ്ഡാണ് ഇഷ്ടം. അങ്ങനെ എടുത്തിരിക്കാണ്ട് ഒരു ന്യൂഡ് ഷെയ്ഡ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ്. ബേസ് ആയിട്ട് റഫ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യും. ഇതാണ് ഷെയ്ഡ് റഫ്. ആ ഷെയ്ഡാണ് ബേസ് ആയിട്ട് ഐഷാഡോ ബേസ് കൊടുക്കുന്നത്. ഭയങ്കര ലൈറ്റ്. ഐ ഡോണ്ട് തിങ്ക് യാ യു കെൻ സീ വെരി ലൈറ്റ് ഷെയ്ഡ് ആയിട്ടേക്കുന്നത് ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നത്. ആക്ച്വലി കാണാനല്ലേ വെരി ലൈറ്റ്ലി. ആൻഡ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ വേറൊരു ഷെയ്ഡും കൂടി ഇതിൽ മിക്സ് ചെയ്തു. ദിസ് ആൻഡ് ദിസ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ ഞാൻ അപ്ലൈ ചെയ്തത്. പ്ലീസ് മീ എന്ന് പറഞ്ഞ ഷെയ്ഡ് കാണണം. ഈ ഷെയ്ഡ് ഓക്കെ. ഈ ഷെയ്ഡ് ഞാൻ ജസ്റ്റ് മിഡിൽ പോർഷൻ കണ്ണിൻ്റെ മിഡിൽ പോർഷൻ ഇവിടെ ആയിട്ട്
അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഐ ഷാഡോ ഭയങ്കര ലൈറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഈ പ്രോഡക്റ്റ്സ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന സെയിം പ്രോഡക്റ്റ്സ്, നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് എന്താണോ അത് യൂസ് ചെയ്യാം. അപ്പം എൻ്റെ കയ്യിൽ ഇതായതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ പ്രൈമർ തന്നെ, ഇതിൻ്റെ പ്രൈമർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേറെ പ്രൈമർ കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാം. ആൻഡ് ഈ വാട്ടർ ബേസ് മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യണം, ബിക്കോസ് ഇത് ഭയങ്കര 370 rupees ഫോർ ദ സ്മോൾ ഡബ്ബ. അപ്പോൾ സെറ്റഫെല്ലിന് മോയ്സ്ചറൈസർക്കില്ലേ അതൊക്കെ യൂസ് ചെയ്യും. ഐബ്രോസ് ഇവിടെ സ്മോൾ പീസ് അവിടെയാണ് എനിക്ക് ഫിൽ ചെയ്യാനുള്ളത്. സ്പേസാണ് ഞാൻ എപ്പോഴും ഐബ്രോസ് ഫിൽ ചെയ്യുമ്പോൾ ഓർക്കണം. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പറ്റിയത് ആക്ച്വലി ഉസേർ എന്ന് പറഞ്ഞ ക്ലാസ്മേറ്റ്സിനെ കളിച്ച സമയത്ത് എന്താണ് നടന്നതെന്ന് അറിയില്ല. ഞങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു, എൻ്റെ തല പൊട്ടി, അവനൊന്നും പറ്റില്ല. എപ്പോഴും ഇതേപോലെ ഐബ്രോസ് ഫിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ത്രെഡ് ചെയ്യുമ്പോഴാണ് എപ്പോഴും ഈ ഭാഗത്തിനെ പറ്റി ഓർക്കാറ്. അപ്പോൾ ഐബ്രോസ് ഫിൽ ചെയ്തു, അധികം ഞാൻ ഫിൽ ചെയ്യണില്ല, ബിക്കോസ് എൻ്റെ ഐബ്രോസിന് രണ്ടും രണ്ട് ഷേപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഇടാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എസ്റ്റേ ലാഡറിൻ്റെ ഫൗണ്ടേഷനാണ്. യൂസ് ചെയ്യും, അതാണ്. ഷെയ്ഡ് ചെയ്താന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാ പ്രോഡക്ട്സും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ഒരു ഈവൻ ടോൺ ആയി എൻ്റെ ഫേസ്. ഈവൻ ടോൺ റൈറ്റ് നൗ. ഇനി ജസ്റ്റ് നെക്ക് പോർഷനും കൂടി നമ്മൾ അപ്ലൈ ചെയ്ത ഫൗണ്ടേഷൻ തന്നെ. ആൻഡ് ഈ ഫേസിലിടുന്ന സെയിം ഷെയ്ഡ് തന്നെ താഴത്തേക്കും അപ്ലൈ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ രണ്ടും രണ്ട് ഷെയ്ഡായിട്ടിരിക്കും. സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐലൈനർ ഇതാണ്. ഞാൻ ജെൽ ഐലൈനർ യൂസ് ചെയ്യുന്നില്ല. ഐ എം യൂസിങ് ദിസ് വൺ, സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു പൗഡറാണിത്. അത് ആക്ച്വലി ഐബ്രോ ഫില്ലറാണ്, പക്ഷെ ഞാൻ അത് വെച്ചിട്ടാണ് താഴത്ത് പൊക്കത്ത് എഴുതണം. അപ്പോൾ ഞാൻ ആ പൗഡർ വെച്ചിട്ട് ഐസ് ഒന്ന് ജസ്റ്റ് ഫിൽ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ? വെരി ലൈറ്റ്ലി ഐ ഹവ് ഡൺ ദാറ്റ്, ബിക്കോസ് ഇത് പൗഡറാണ്. അപ്പോൾ ആ ഒരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഐലൈനർ വെച്ച് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഷ് ഇടാണ്. ബ്ലഷ് ഞാൻ Forever 52ൻ്റെ ഈ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ബ്ലഷ് ഇട്ടു. It's very light makeup. Can't imagine blush it. It's very light. I guess it's not clear in the camera. Camera ഇച്ചിരി കൂടി ക്ലിയർ ആവാനുണ്ട്. സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐലൈനർ ഞാൻ ഒന്ന് ജസ്റ്റ് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. സ്മഡ്ജ് ചെയ്തല്ലേ ഞാൻ കൊടുത്തേച്ചു, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ ഞാൻ കൊടുത്തേ. യു സീ അതിൻ്റെ പുറത്ത് ഞാൻ ഇതൊന്ന് ഇട്ടില്ല. എന്താണ് കണ്ണ് ഞാൻ എഴുതി കഴിഞ്ഞു, കാണാൻ പറ്റുമോ? സീ, കണ്ണ് എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് ലിപ്പ് ലൈനർ. ഇതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു ഷെയ്ഡ് മിക്സ് ചെയ്യും.
അമ്മയാണ് എനിക്ക് ഹെയർ ചെയ്തത്. ബിക്കോസ് എൻ്റെ ഹെയർ നല്ല വെറ്റ് ആൻഡ് ഓയിലി ആയിരുന്നു.